കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. കെ.പി. മോഹനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 3-ന് രാവിലെ 10:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. സൗകര്യം എല്ലാ നിലയിലും കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് യോഗങ്ങളൊക്കെ തന്നെ ചേർന്ന് അത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. കടുത്ത ഫാർമസിയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ അവിടെ വരുന്ന രോഗികൾക്ക് ഏറ്റവും വേഗം എളുപ്പത്തിൽ മരുന്ന് കൊണ്ടുപോകാനും ഒക്കെ തന്നെയുള്ള സൗകര്യങ്ങളാക്കി ഇത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടായത് ഓരോരുത്തരുടെയും പഴയ മുൻ ചെയർമാൻമാർ അതോടൊപ്പം തന്നെയുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ഇതിനു വേണ്ടിയിട്ടുണ്ടാവും. കാരണം വലിയൊരു ആശുപത്രിയാണ്. കേരളത്തിൽ ഇത്ര പോലുള്ള ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടോ എന്ന് സംശയമാണ്. ഞാൻ നിയമസഭയിലും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആശുപത്രി ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ആശുപത്രി ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ വി. സുജാത അധ്യക്ഷയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ.കെ. സഹിന, ഡോക്ടർ പി.കെ. അനിൽകുമാർ, ഡോക്ടർ സി.പി. ബിജോയ്, എ.സി.പി. കെ.വി. പ്രമോദൻ, നഗരസഭാ വൈസ് ചെയർമാൻ വി. രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ. ഷീല, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ. വി. ഷിനിജ, മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. ഗംഗാധരൻ, കെ. അജിത, കെ. ഷമീർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വി. സുജാത ചെയർമാനും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ.കെ. സഹിന കൺവീനറുമായുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.